പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2024 ജനുവരി 21 കൊല്ലം പറവൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീമതി അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവം മലയാളികളുടെ മനസാക്ഷിയാകെ ഞെട്ടിക്കുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിയമവ്യവസ്ഥയുടെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി കേസുകൾ വാദിക്കാൻ വേണ്ടി നിയമിതരാകുന്ന ഒരു വിഭാഗമാണ് ഈ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. അതിന് മുകളിലും താഴേക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിയമിതമാകുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വനിത ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അത് നമ്മളെ എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചു. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ചത് ഈ അനീഷ്യ എന്ന് പറയുന്നത് കൊല്ലത്തെ ഒരു ജില്ലാ ജഡ്ജിയായിട്ടുള്ള KN അജിത് കുമാറിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു ജില്ലാ ജഡ്ജിയുടെ ഭാര്യയും സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷന് വേണ്ടി കോടതികളിൽ ഹാജരാകുന്ന വിഭാഗമാകുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരിൽ ഒരാളായിട്ടുള്ള അനീഷ്യ എന്നൊരു വനിതയും ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വലിയ കോളിളക്കം സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയുണ്ടായി. അത് ഞാനതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു വീഡിയോ ചെയ്തതാണ്. അത് ഈ നമുക്കറിയാം, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ബഹുഭൂരിപക്ഷവും സർക്കാർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെയൊക്കെ കത്തുമായിട്ട് വന്നിട്ടാണ് അവർ അവിടെ നിയമിതരാകുന്നത്. എന്നാൽ ഈ അനീഷ്യ എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ PSC പരീക്ഷ എഴുതി പാസ്സായി ആ സ്ഥാനത്ത് നിയമിതയായതാണ്. എന്ന് മാത്രമല്ല, വളരെ മാന്യമായി ജോലി ചെയ്യുന്ന ഒരു വനിതയായിരുന്നു അവരെന്നും ഒരു സ്വാധീനത്തിനും വഴങ്ങുന്ന ഒരു വനിത അല്ലായിരുന്നുവെന്നും എന്നുള്ള വിവരവും നമുക്ക് അന്ന് ലഭ്യമായിരുന്നു. അവർ വലിയ മാനസിക പീഡനത്തിന് ഇരയായി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്ന് പുറത്തു വന്നിരുന്നു. അത് സാധാരണ ആത്മഹത്യയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതിൽ അവരുടെ മാനസിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ഓഡിയോ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് അവർ കൈമാറിയിരുന്നു. എന്ന് മാത്രമല്ല 19 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു. സാധാരണ ഇതിൽ ആത്മഹത്യയിൽ അത്ര വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ല, തെളിവുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് അത്തരത്തിലുള്ള തെളിവുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും CPM-ഉമായി ബന്ധപ്പെട്ടു ഉള്ള മറ്റ് പ്രോസിക്യൂട്ടർമാരുടെ വലിയ മാനസിക പീഡനത്തിന് ഇരയായി എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവുകളും അന്ന് പുറത്തു വന്നിരുന്നു. കുണ്ടറ ജോസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സംഭവങ്ങളും അന്ന് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇത് ജില്ലാ ജഡ്ജിയുടെ ഭാര്യ ഇങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ ആ കേസ് ഇപ്പോൾ ഉണ്ടായി. ഇപ്പോൾ 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാനിടയായ സാഹചര്യം ഭീതിജനകമാണ് എന്ന് ആദ്യമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, അനീഷയുമായി ബന്ധപ്പെട്ടുള്ള കേസ്, ആ കേസിൻ്റെ അന്വേഷണം, ആ കേസിൻ്റെ കോടതി നടപടികൾ, അതെല്ലാം തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സുസംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ ഭരണാനുകൂലികളായിട്ടുള്ള CPM-കാരിൽ നിന്നും CPM-ൻ്റെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സംഘടനയിൽ നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭീതിജനകം എന്ന് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറഞ്ഞ വിഭാഗം എന്താ? ആ വിഭാഗം എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി, ശരിയായിട്ടുള്ള നീതി നിർവഹണം നടപ്പിലാക്കുന്നതിന് വേണ്ടി, സുതാര്യമായി നീതി നിർവഹണ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിയമിതരാകുന്ന ഒരു വിഭാഗമാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ആ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഒരു സംഘടന, കേരള അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അത് CPM-ൻ്റെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നേതൃത്വത്തിലുള്ളൊരു സംഘടനയാണ്. ആ സംഘടന നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ആ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഭീകരമായിട്ടുള്ള മാഫിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ അനീഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അത് എസെൻഷ്യൽ സർവീസാണ്, അതൊരു അവശ്യ സർവീസാണ്. അങ്ങനെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കപ്പെട്ട ആ തൊഴിൽ ചെയ്യുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അനീഷയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി അവർ ഒരു പണിമുടക്കിന് വരെ തയ്യാറായി എന്നുള്ള അത്യന്തം ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനുള്ള,
നമ്മുടെ നിയമവ്യവസ്ഥയുടെ കടക്കൽ കത്തിവെക്കുന്നതിനുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം CPMൻ്റെ നേതൃത്വത്തിലുള്ള ഈ കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘടന നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പ്രതികൾക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനീഷയുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെ അറിയിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. സുഹൃത്തുക്കളെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇതിലെ പ്രതികളായി ഇപ്പോൾ വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാം, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഗിരീഷ് പഞ്ചു എന്നീ 3 പേരാണ്. അവരാണിതിൽ പ്രതികളായി വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇട്ടു. ആ FIRൽ എന്താ പറഞ്ഞെന്നറിയാം? ഇൻക്വസ്റ്റ് നടത്താനുള്ള 174 എന്ന് പറയുന്ന ഏറ്റവും ദുർബലമായിട്ടൊരു വകുപ്പ് മാത്രമാണ് FIRൽ ഇട്ടിരുന്നത്. അബറ്റ്മെൻറ്റ്, അതായത് ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് ഒന്നും ഇടാതെയാണ് ഈ ആത്മഹത്യ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ പറവൂർ പോലീസ് സ്റ്റേഷൻ FIR ഇട്ടത്. പക്ഷേ അതിനെ തുടർന്ന് ഈ അനീഷയുടെ അമ്മ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോയതിനെ തുടർന്ന് IPC 306 അബറ്റ്മെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തയ്യാറായി. FIR 86/2024 പ്രകാരം പ്രതികൾക്കെതിരെ 306 IPC പ്രകാരമുള്ള FIR വളരെ മടിച്ചാണെങ്കിലും ക്രൈംബ്രാഞ്ചിന് ഇടേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ പ്രതിയുടെ ഈ മരണപ്പെട്ട അനീഷയുടെ അമ്മ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണമായി. സുഹൃത്തുക്കളെ, ഇതിനിടയിൽ നടന്ന ഏറ്റവും ഭീകരമായൊരു സംഭവം എന്താണെന്നറിയോ? ഒരു തട്ടിപ്പ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷകനായി കൊണ്ടുവന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ത് ചെയ്തു? സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ഗിരീഷ് പഞ്ചു എന്ന് പറഞ്ഞ അയാൾ പ്രതികളുടെ അതേ നിലവാരത്തിൽ തന്നെ, അതേ ഡെസിഗ്നേഷനിൽ തന്നെ ജോലി ചെയ്യുന്നവരെ നിയമിപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവന്നു. സാധാരണഗതിയിൽ ഇതുപോലുള്ള അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും മരിച്ചിട്ടുള്ളവർ ജോലി ചെയ്ത ഏത് ഡെസിഗ്നേഷനിലാണോ അതിന് മുകളിലുള്ളവർ നടത്തണമെന്നാണ് നിയമം. ആ നിയമം നഗ്നമായി അട്ടിമറിച്ചുകൊണ്ട് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഗിരീഷ് പഞ്ചു ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് പ്രതികളെ എല്ലാവരെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കിക്കോണം നമ്മൾ. അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് ഷീബ നന്ദജൻ എന്നായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ പ്രതികളെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് മാത്രം അവർ മൊഴിയെടുക്കുകയും യഥാർത്ഥ സാക്ഷികളെ അവർ ഒഴിവാക്കുകയും ചെയ്തു. അതായത് യഥാർത്ഥ സാക്ഷികൾ, അതായത് അവിടെ ഇവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറായ സാക്ഷികളെ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് മാത്രം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷീബ നന്ദജൻ മൊഴിയെടുക്കുകയും ഈ അനീഷയുടെ 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പരിശോധിക്കുകയും ചെയ്തില്ല. ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ADP ഈ പറഞ്ഞ പോലെ APP ശ്യാംകൃഷ്ണയ്ക്കും DDP അബ്ദുൾ ജലീൽ എന്നിവർക്കും മുൻകൂർ ജാമ്യം വാങ്ങിയത്. ഈ തട്ടിപ്പ് റിപ്പോർട്ട്, അതായത് പ്രതിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തവരുടെ മാത്രം മൊഴി ഉൾപ്പെടുത്തുകയും ഈ സംഭവം നടന്നത് എന്താണെന്ന് സത്യസന്ധമായി പറഞ്ഞ സാക്ഷികളുടെ മൊഴികൾ ഒഴിവാക്കുകയും ചെയ്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നേടിയെടുക്കുകയും ചെയ്തു. ഹൈക്കോടതി ഈ ജഡ്ജി തന്നെ പറഞ്ഞത് മാനസിക പീഡനം മൂലമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവരെ ആത്മഹത്യ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ മാനസിക പീഡനം നടത്തിയത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യം കേരള ഹൈക്കോടതി കൊടുത്തത്. ഈ തട്ടിപ്പ് അന്വേഷണ റിപ്പോർട്ട്, അതായത് പ്രതികളെ കുറ്റമുക്തരാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട അനീഷയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ട് കൊടുത്തു പോലുമില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ട് പോലുമില്ല. അത് കൊടുക്കേണ്ടത് നിയമപരമായൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള ഇടപെടൽ മുഴുവൻ നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അവരാണ് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ അനധികൃതമായിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടുള്ളത്. അവരാണ് അനീഷയെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചവർക്കെതിരായിട്ട്, അനീഷയെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചവരെ പിന്തുണച്ചുകൊണ്ട്
വാട്സപ്പിലൂടെ ഒരു ക്യാമ്പയിൻ തന്നെ ഈ കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അസോസിയേഷൻ കാപ്പ എന്ന് പറഞ്ഞ സംഘടന നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അനീഷ്യ മാന്യമായി ജോലി ചെയ്യുന്ന ഒരു വനിതയായിരുന്നു. അതായത് അവരെ ഈ കാപ്പ എന്ന് പറയുന്ന സംഘടനയുടെ അനധികൃത പ്രവർത്തനങ്ങൾക്കൊന്നും കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. അതായത് ഔദ്യോഗിക ഇൻസ്പെക്ഷൻ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു ടൂർ സംഘടിപ്പിക്കാറുണ്ട് ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ കൂട്ടത്തിൽ. അത് പല ടൂറിസം കേന്ദ്രങ്ങളിലേക്കുമാണ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നതാണ് ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ആ ടൂറുകളിലൊന്നും ഇവർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ കാപ്പ എന്ന് പറഞ്ഞ കേരള അഡ്വക്കേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അസോസിയേഷൻ എന്ന് പറഞ്ഞുള്ള ഈ സംഘടന ചെയ്തതെന്നറിയോ? അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ നിന്നുള്ള സെർച്ച് വാറൻറ്റുമായി ആലോചിച്ച് നോക്കണം. ഇവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ നിന്നുള്ള സെർച്ച് വാറൻറ്റുമായി APP ശ്യാംകൃഷ്ണയുടെ വസതിയിൽ ക്രൈംബ്രാഞ്ച് സെർച്ച് നടത്താനെത്തിയപ്പോൾ, അന്വേഷണം നടത്താനെത്തിയപ്പോൾ കാപ്പ എന്ന് പറഞ്ഞ സംഘടന ഈ വിവരം വാട്സാപ്പിലൂടെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP അറിയിക്കുകയും DGP ഈ അന്വേഷണം നിർത്തിവെക്കുകയും ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ചെയ്തത്. ഒന്ന് ആലോചിക്കുക, എത്ര ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുക, എത്ര ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആലോചിക്കുക. ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്തു. അവരുടെ ഭർത്താവ് ഒരു ജില്ലാ ജഡ്ജിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ സെർച്ച് വാറൻറ്റുമായി പ്രതിയുടെ വീട്ടിൽ അന്വേഷണത്തിനെത്തിയ പ്രതിയുടെ വീട്ടിൽ തെളിവ് ശേഖരിക്കാനായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെത്തിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ് ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്. എസെൻഷ്യൽ സർവീസാണ് ഇവർ ചെയ്യുന്നത്. ഇവർ നീതിക്ക് വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി, സർക്കാരിന് വേണ്ടി, കോടതിയിൽ ഇടപെടാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുള്ളവരാണ് ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ CPMൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിച്ച് ഒരു ജില്ലാ ജഡ്ജിയുടെ ഭാര്യ മാനസിക പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്തപ്പോൾ ആ വിഷയത്തിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുന്നു, DGPയുടെ സഹായം തേടുന്നു, DGP അവരെ സഹായിക്കുന്നു. എത്ര ഭീകരമാണ് സ്ഥിതി എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് മാത്രമല്ല, എന്താ സംഭവിച്ചത്? ഈ വിഷയത്തെക്കുറിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന പല APPമാരും അഭിഭാഷകരും അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരുന്നു. അവരെല്ലാവരെയും അപകീർത്തിപ്പെടുത്താനും മൊഴി മാറ്റി പറയാനും വേണ്ടി കാപ്പയുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുകയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, എത്ര ഭീകരമാണ് അവസ്ഥയെന്ന്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ? ഈ കാപ്പയുടെ നേതാക്കന്മാരുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടക്കില്ലേ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത്? ഈ കാപ്പയുടെ നേതാക്കന്മാരെ ഉപരോധിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്? എത്ര നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടാണ് അവർ ഇടപെടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ അന്വേഷണം തടയുന്നു. അവർക്ക് ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ അവർ അപകീർത്തിപ്പെടുന്നു. അവർ മൊഴി മാറ്റി പറയുന്നു. എന്നാലോചിച്ച് നോക്കൂ. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നവരാണിവർ. അവരാണ് ഈ ഭരണഘടനാ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ അവരേർപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ സംഘടന സത്യം തെളിയിക്കാൻ വേണ്ടി സെർച്ച് വാറൻറ്റോടുകൂടി പ്രതിയുടെ വീട്ടിൽ തെളിവ് ശേഖരിക്കാൻ വന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ തെളിവെടുപ്പിനെതിരെ 16/4/2024 സമരം പ്രഖ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എസെൻഷ്യൽ സർവീസാണ്, അവിടെ സമരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഹോം സെക്രട്ടറിയുമൊക്കെ ആയി ആലോചിച്ചതിന് ശേഷം DGP വേണ്ട പോലെ ചെയ്യാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് സമരം പിൻവലിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതിനെല്ലാത്തിനും വാട്സാപ്പിലുള്ള തെളിവുകളുണ്ട്. ആ വാട്സാപ്പിൽ തെളിവെന്ന് പറഞ്ഞാൽ എന്താ? ഒരിടത്ത് ഒരു കാപ്പയുടെ ഒരു കാപ്പ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് സന്ദേശത്തിൽ പറയുകയാണ്, തിങ്കളാഴ്ച കോടതി ബഹിഷ്കരിക്കുന്നുണ്ടോ, രാവിലെ മാത്രം കോടതിയിൽ കയറുന്നില്ലെന്ന് അറിയിക്കുക, സാക്ഷികൾ കോടതിയിൽ വന്നു പോകുന്ന തരത്തിൽ. അതുപോലെ വേറൊരു വാർത്തയുണ്ട്, പ്രോസിക്യൂട്ടർമാരുടെ വീടുകളിൽ റെയ്ഡ് അപ്പലപ്പിച്ച് അസോസിയേഷൻ. എന്ന് മാത്രമല്ല, അവർ അവരുടെ ഒരു പത്രക്കുറിപ്പും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അസോസിയേഷൻ്റെ ഒരു പത്രക്കുറിപ്പും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ. ജനങ്ങൾക്ക് അവരുടെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ. നീതി ലഭിക്കാൻ വേണ്ടി ജനങ്ങൾ അവസാനമായി സമീപിക്കുന്ന ആലയങ്ങളാണ് കോടതികൾ. അതാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉറപ്പാക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കോടതികൾ എന്നാണ് പറയുന്നത്. സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന കോടതികളിൽ
നീതി ലഭിക്കാൻ വേണ്ടി നീതി കോടതികളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം നൽകി നിയമിക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗം അനീതി നടപ്പാക്കാൻ വേണ്ടി, ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത ഒരു വനിതയുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ആ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഈ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ സുഹൃത്തുക്കളെ ഇത്? ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുക? അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ അനീഷയ്ക്കെതിരെ സമരം ചെയ്യുന്ന അനീഷയുടെ ഈ വിഷയത്തിൽ അനീഷയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്, അത് സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ഇതുപോലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കൂടി ഇത്തരം സംഘടനകൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോടതികൾ പോകണം, കോടതികൾ നീതിക്ക് വേണ്ടി സമരം ചെയ്യണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ സംഘടന ഇത്തരത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ചർച്ചകളൊക്കെയായി ഇങ്ങനെ കഴിയാതെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രവർത്തനം നടത്തുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതിനകത്ത് നടന്നത് എന്താണെന്നുള്ളതും നടക്കുന്നത് എന്താണെന്നുള്ളതും അതിലുപരി ആരാണിതിന് പുറകിലുള്ളതെന്നും അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ നമ്മൾ അറിയിക്കേണ്ടത്. ഇത് ജുഡീഷ്യറിലെ പുഴുക്കുത്ത് എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ പോരാ. CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത് കാണാൻ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ശരി കണ്ടുപിടിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CPM ആണ് ഇതിൻ്റെ എല്ലാം പുറകിൽ എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. CPMൻ്റെ ഉന്നതരുമായി ബന്ധമുള്ളതുകൊണ്ടാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഒരു ജഡ്ജിയുടെ ഭാര്യയെപ്പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കാണാൻ കഴിയണം. അല്ലാതെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുകയും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സമരം ചെയ്യുകയും ചില ചർച്ചാ സമ്മേളനങ്ങൾ നടത്തുകയും മാത്രമല്ല ഇതിനകത്ത് ചെയ്യാനുള്ളത്. CPM എന്ന് പറഞ്ഞ പാർട്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ഈ സ്ത്രീയെ, ഈ മാന്യമായി ജോലി ചെയ്തിരുന്ന ഈ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ മിലിറ്റൻ്റായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഉപരോധിക്കാൻ തയ്യാറാവണം. ഇതിൽ പ്രതികളായിട്ടുള്ളവരുടെ വീടുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തയ്യാറാവണം. ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികൾക്കെതിരായിട്ട് നിരാഹാര സത്യാഗ്രഹം സംഘടിപ്പിക്കണം. അവരെ ജനങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഈ കാര്യത്തിൽ നീതി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ശ്രമിക്കണം. ആ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഒരുമിപ്പിക്കണം. ഇങ്ങനൊരു അഭിപ്രായവും കൂടി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതുകൊണ്ട് അതിഭീകരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യം ഗൗരവതരമായി മനസ്സിലാക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള പ്രതികളെ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർ ശിക്ഷിക്കപ്പെടുമെന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം സമഗ്രമായി ഒരു വീഡിയോ ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.